ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, വികാരി ജനറൽ, സഭയുടെ ഔദ്യോഗിക ചുമതലക്കാർ, വൈദിക ശ്രേഷ്ഠ, വിശിഷ്ട അതിഥികൾ, സഭാ കൗൺസിൽ അംഗങ്ങൾ, വിശ്വാസ സമൂഹമേ, എന്നെ വന്നു ചേർന്നിരിക്കുന്ന സഹോദര സഹോദരികളെ, സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഭാഗ്യസ്മരണീയനായ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തമ്മ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ധന്യമായ നേതൃത്വത്തെയും ശുശ്രൂഷകളെയും സഭയായിട്ട് ഒരിക്കൽ കൂടി സ്മരിക്കുന്നതിനും ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനും ഇടയാകുന്നു എന്നത് നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒന്നാണ്. നാലാമത് അനുസ്മരണ പ്രഭാഷണത്തിന് ആതിഥ്യം അരുളുന്ന കുമ്പനാട് മാർത്തമ്മ വലിയപള്ളി ഇടവ വികാരിയോടും ഇടവ ജനങ്ങളോടുമുള്ള നന്ദി ഈ അവസരം ഞാൻ അറിയിക്കട്ടെ. രാവിലെ സർവീസൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സമയവും സാവകാശമൊക്കെ കണ്ടെത്തി ഇന്നത്തെ ഈ ഉച്ചകഴിഞ്ഞുള്ള 4 മണിക്കുള്ള മീറ്റിങ്ങിൽ വന്ന് സംബന്ധിപ്പാൻ എല്ലാവരും മനസ്സ് വെച്ചതിൽ ഏവരോടുമുള്ള സന്തോഷവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കുമ്പനാടുമായിട്ട് നമ്മളുടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് ഉണ്ടായിരുന്നതായിട്ടുള്ള ബന്ധം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നാം എല്ലാവരും ഓർക്കുന്നതായിട്ടുള്ള ഒരു വസ്തുത കൂടിയാണ്. മനുഷ്യന് ഒരു അവതാരിക എന്നതാണ് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ പ്രധാന വിഷയം. അതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മളുടെ കൂറിലോസ് മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്ന് നമ്മോട് സംസാരിക്കുന്നതാണ്. ആരാണ് മനുഷ്യൻ എന്നതിനെക്കുറിച്ച് വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയറിൻ്റെ കഥാപാത്രം ഹാംലെറ്റ് നടത്തുന്ന ഒരു പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: What a piece of work is man! How noble in reason, how infinite in faculties. In action, how like an angel. In apprehension, how like a god. The beauty of the world, the paragon of animals. And yet, to me, what is this quintessence of dust? Man delights not me, no, nor woman neither, though by your smiling you seem to say so. ഈ വരികളിൽ മനുഷ്യൻ്റെ മഹത്വത്തിൽ അവൻ്റെ യുക്തി, ബുദ്ധി, ശാരീരിക രൂപം, സൗന്ദര്യം എന്നിവയെല്ലാം ഓർത്ത് ഹാംലെറ്റ് അത്ഭുതപ്പെടുകയാണ്. പക്ഷെ ഒടുവിൽ അതിൽ സന്തോഷമോ അർത്ഥമോ കണ്ടെത്തുന്നില്ല എന്നത് സമ്മതിക്കുന്നു. അത് തൻ്റെ നിരാശയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഗദ്ഗതവും വിലാപവുമാണ്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തോന്നിപ്പിക്കുന്ന സമകാലിക യാഥാർത്ഥ്യത്തിലേക്ക് ഈ വരികൾ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. എ പ്രീഫേസ് ടു മാൻ, മനുഷ്യനൊരാമുഖം. ശ്രീ സുഭാഷ് ചന്ദ്രൻ്റെ ഒരു മനോഹരമായ നോവലാണിത്. എങ്ങനെ മനുഷ്യൻ്റെ അന്തസ്സ് വീണ്ടെടുക്കാം, എങ്ങനെ ലോകത്തിൽ മനുഷ്യനായി പിറന്നതിൽ അഭിമാനിക്കുവാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ബെസ്റ്റ് സെല്ലർ പുസ്തകമാണിത്. മികച്ച പുരുഷന്മാരെയും സ്ത്രീകളെയും മഹത്തായ മനുഷ്യരും ഉത്തരവാദിത്വമുള്ള പൗരന്മാരുമായി മാറ്റുവാൻ പ്രേരിപ്പിച്ച ചിന്തകൾ ഈ പുസ്തകത്തിൻ്റെ വ്യത്യസ്ത പേജുകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നാം എത്തപ്പെട്ട് നിൽക്കുന്നത് തികച്ചും വിഭിന്നമായ ഒരു കാലത്തിലാണ്. മനുഷ്യനെക്കുറിച്ചുള്ള ധാരണകൾ പാടെ മാറിയിരിക്കുന്നു. മനുഷ്യത്വത്തിൻ്റെ തരളിത ഭാവങ്ങൾ നഷ്ടമാകുന്നു. മൃഗീയ വാസനകൾ വർദ്ധിക്കുന്നു. അസഹിഷ്ണുതയും അജ്ഞതയും വർദ്ധിക്കുന്നു. അടഞ്ഞ കണ്ണുകളും അടഞ്ഞ മനസ്സും വല്ലാതെ നമ്മെ അകറ്റുന്നു. അഹങ്കാരവും സ്വാർത്ഥതയും മറ്റുള്ളവരെ കീഴടക്കാൻ പ്രേരിപ്പിക്കുന്നു. അധികാരത്തോടുള്ള അത്യാഗ്രഹം പല വിധത്തിൽ മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്നു. ഇത് ഇന്നിൻ്റെ നേർചിത്രമാണ്. സെലിബ്രേഷൻ ഓഫ് ലൈഫ്. പത്മശ്രീ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിൽ നമ്മളുടെ എല്ലാം മനസ്സിൽ വരുന്നതായിട്ടുള്ള ഒരു ചിന്തയാണ്.
തിരുമേനി പൂലാത്തിൽ നിന്ന് പോയി താമസിച്ചത് മാരാമനുള്ള സിൽവർ ജൂബിലി ഹോമിലാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഓടി നടന്ന് സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ വന്ന അവസരത്തിൽ കുറേ നാൾ നമ്മുടെ കുമ്പനാടുള്ള ഫെലോഷിപ്പ് ആശുപത്രിയിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ താമസിക്കുന്ന അവസരത്തിലും തനിക്ക് മാരാമന് പോയാൽ കൊള്ളാം എന്നുള്ളതായുള്ള ആഗ്രഹം പല സന്ദർഭങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. തിരുമേനി അവിടെ പാർക്കുന്നതായിട്ടുള്ള അവസരത്തിൽ സമൂഹവുമായുള്ള ബന്ധപ്പെട്ട് അനേക കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് പരിശ്രമിച്ചിരുന്നു. രാവിലെയുള്ള സമയങ്ങളിലെല്ലാം പമ്പ നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തെ നോക്കി ധ്യാന നിമഗ്നനായിരുന്നു. എന്തൊക്കെയാണ് സമൂഹത്തിൽ ഒത്തൊരുമിച്ച് ചെയ്യുവാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ ചിന്തിക്കുകയും ചെയ്തിരുന്നു. അടുത്തുള്ള സ്ഥലത്ത് കുറേ ഏത്തവാഴ വയ്ക്കുന്നതിനായിട്ട് ഒരിക്കൽ തിരുമേനി നല്ല കുറേ വാഴവിത്തുകൾ കിട്ടുന്നു എന്ന് കേട്ടതായുള്ള അവസരത്തിൽ ചിന്തിക്കുകയുണ്ടായി. അതെല്ലാം നല്ലതായിട്ട് വളർന്നു വന്ന് എല്ലാം തന്നെ കായ്ഫലം നൽകിയതായുള്ള അവസരത്തിൽ ആർക്കോ ഒരു കുബുദ്ധി തോന്നി, 1-2 കൊലയൊക്കെ രാത്രിയിൽ നിന്ന് മോഷ്ടിച്ചാൽ തന്നെ മോഷ്ടിക്കപ്പെട്ടു. തിരുമേനിയുടെ അടുത്ത് വന്ന് ആരോ അത് പറഞ്ഞു, തിരുമേനിയുടെ വാഴക്കൊല പോയിട്ടുണ്ട്. അപ്പോൾ കള്ളനെ പിടിക്കണ്ടേ, പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ? ഇങ്ങനെയുള്ള ചിന്തയെല്ലാം വന്നപ്പോൾ തിരുമേനി പറഞ്ഞു, പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം കള്ളനെ കിട്ടിയെന്നത്. അപ്പോൾ അവർ അതിശയിച്ചു, എന്താണ് ഇങ്ങനെ തിരുമേനി പറയുന്നത്? തിരുമേനി പറഞ്ഞു, അവരോട് പോയി പറയണം കള്ളൻ ഫിലിപ്പോസ് മാർ ക്രിസ്തോസം തിരുമേനി തന്നെയാണ്. നമുക്കിത് ചിന്തിക്കാനായിട്ട് പ്രയാസമാണ്. എന്നാൽ തിരുമേനി പറയുന്നത് ഇതെല്ലാവർക്കും കൂടി ഈ ഭൂമിയിൽ വിളഞ്ഞതായിട്ടുള്ള ഏത്തക്കൊല അതെൻ്റേതാക്കി മാത്രം ഞാൻ കാണുവാനായിട്ട് ശ്രമിക്കുന്ന ഇടത്താണ് ഞാൻ കള്ളനാകുന്നത്. അതെല്ലാവർക്കും കൊടുക്കുവാൻ്റെ കോണം സാധ്യമായിട്ട് തീരണം എന്നതാണ് സമൂഹം പഠിക്കേണ്ടത്. ഈ രാത്രിയിലൊക്കെ കള്ളൻ വന്ന് ഏത്തക്കൊല മോഷ്ടിക്കുന്നതിനായിട്ടൊക്കെ പരിശ്രമിച്ചാൽ അവൻ്റെ കാലിൽ മുള്ളു കൊണ്ടു എന്ന് തോന്നേക്കാം. ഇല്ല എങ്കിൽ പാമ്പ് കടിച്ചു എന്നും വരാം. ഇതൊന്നും ഉണ്ടാകാതിരിപ്പാൻ്റെ കോണം തിരുമേനി പറഞ്ഞു, നമുക്കവിടെ ഒരു ബോർഡ് എഴുതി വയ്ക്കാം, ഈ ഏത്തക്കൊല ആർക്കും എപ്പോൾ വേണമെങ്കിലും സൗജന്യമായിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇതാണ് ഫിലിപ്പോസ് മാർ ക്രിസ്തോസ്റ്റം തിരുമേനി എന്ന് നാം പറയുന്നത്. തിരുമേനിയെക്കുറിച്ച് ഓർക്കുന്നതായുള്ള ഈ നാളുകളിൽ പോലും മനുഷ്യത്വത്തിൻ്റെ ഭാവവും നിലയും വിലയും എല്ലാം മനസ്സിലാക്കുവാൻ്റെ കോണം നമ്മെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടത്രേ ദൈവം തിരുമേനിയെ സഭയ്ക്കും സമൂഹത്തിനും ദാനമായിട്ട് നൽകിയത്. ആ തിരുമേനിയുടെ ഓർമ്മ നമ്മളുടെയൊക്കെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന അവസരത്തിൽ ആദരാഞ്ജലികളല്ലാതെ എന്താണ് നമുക്ക് അർപ്പിക്കുവാനായിട്ടിടയാവുന്നത്? മനുഷ്യനെ അവതാരിക എന്ന് പറയുന്നത് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അത് ദൈവ സാദൃശ്യമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ദൈവം മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് അവന് രൂപം നൽകുകയും ജീവശ്വാസം നൽകി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർക്കുകയും ചെയ്തു. ഈ വിഷയം തന്നെ തിരുമേനി പല സന്ദർഭങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ തരുണത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. ദൈവത്തേക്കാൾ അല്പം മാത്രമാണ് മനുഷ്യനെ താഴ്ത്തിയത്. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. മനുഷ്യത്വത്തിൻ്റെ മഹോന്നത മേഖലകളെ അനാവരണം ചെയ്യുന്ന ആമുഖമാണ് ദൈവസാദൃശ്യം എന്നുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. മനുഷ്യനുള്ള ദൈവത്തിൻ്റെ ഒരു ബ്രാൻഡാണത്. മനുഷ്യൻ തൻ്റെ പ്രവൃത്തിയിലും വാക്കിലും ഈ മുദ്ര നിലനിർത്തുകയാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബി സാറ് ഒരു ദിവസം തിരുമേനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനായിട്ട് വന്നു. ഇൻ്റർവ്യൂ ചെയ്യുക മാത്രമല്ല, ഒരു പുസ്തകമായിട്ടൊക്കെ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തിരുമേനോട് ചോദിച്ചതായുള്ളൊരു ചോദ്യം, സമൂഹത്തിൽ ട്രാൻസ്ജെൻഡറിൻ്റെ സ്ഥാനം എങ്ങനെയാണ് തിരുമേനി കാണുന്നത്? തിരുമേനി പറഞ്ഞു, ട്രാൻസ്ജെൻഡറിനെ നാം പ്രത്യേക
പരിഗണന നൽകണം. ട്രാൻസ്ജെൻഡേഴ്സിന് നാം പ്രത്യേക പരിഗണന നൽകണം. മനുഷ്യനെ അവതാരികയായി പുതിയ നിയമത്തിൽ നാം കാണുന്നത് യേശുക്രിസ്തുവാണ്. ത്രൂ ഹിസ് ഇൻകാർണേഷൻ ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് തീർന്നു എന്നത് നാം മനസ്സിലാക്കുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തുവാണ് മനുഷ്യന് ആമുഖമായി പുതിയ നിയമം നമുക്ക് നൽകുന്നതായിട്ടുള്ള അടയാളം. ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിട്ടുള്ള ഓരോ മനുഷ്യനും ആരാകണം, എന്താകണം എന്ന് നിശ്ചയിക്കുന്നതിൽ ക്രിസ്തുവാണ് അടയാളം. അഭിമന്യ ഫിലിപ്പോസ് മാർ ക്രിസ്തോസ് തിരുമേനി താൻ പറഞ്ഞതായുള്ള പ്രഭാഷണങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തുന്നതായുള്ളൊരു സംഗതിയുണ്ട്. നമുക്ക് ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും വിദ്യാസമ്പന്നരാക്കി തീർക്കണം. തിരുമേനി പറയുന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. മനസ്സുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ സംശയം. ഒരുമിച്ച് താല്പര്യപ്പെട്ടാൽ ഈ സംസ്ഥാനത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നതിനായിട്ട് സാധിക്കും എന്ന് തിരുമേനി വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ തിരുമേനി ഉറക്കം പറഞ്ഞിരുന്നതായുള്ള വസ്തുതയാണ്, മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ആവശ്യമാണ് അവന് കയറിക്കിടക്കുവാനായിട്ടുള്ള അടച്ചൊതുക്കമുള്ളതായിട്ടുള്ളൊരു വീട് ലഭിക്കുക എന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയോട് പോലും അത് പറയുന്നതിനായിട്ട് തിരുമേനി താല്പര്യപ്പെട്ടിരുന്നു. തിരുമേനി പറയുന്നു, നമ്മുടെ സംസ്ഥാനത്ത് വീടില്ലാത്തതായുള്ള ഒരാളും ഉണ്ടാവരുത്, അത് നമ്മളെ കൊണ്ട് സാധിക്കും. ഇപ്പോൾ എല്ലാവരുടെയും പുരികം വളയും, അതെങ്ങനെയാണ് സാധിക്കുന്നത്? എത്രമാത്രം രൂപ ഉണ്ടായാലാണ് സാധിക്കുന്നത്? തിരുമേനി പറഞ്ഞു, ഈ കോഴഞ്ചേരിയിലും മാരാമണ്ണും കുമ്മനാട്ടും ബാങ്കിൽ ഇട്ടിരിക്കുന്നതായുള്ള തുകകൾ അത് ക്ലെയിം ചെയ്യാനായിട്ട് ആരുമില്ല. മുഖ്യമന്ത്രി അതെടുത്തങ്ങ് ഉപയോഗിക്കണം. എത്രയോ പണം ഇവിടെ കിടപ്പുണ്ട് ഡെഡ് മണിയായിട്ട്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കുവാൻ ഇടയായിട്ട് തീരുക എന്നതാണ് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്നത് പറയുവാൻ്റെ കോണം തിരുമേനി പ്രത്യേകമായിട്ട് താല്പര്യപ്പെട്ടിരുന്നു. ഓരോ മനുഷ്യരിലും ദൈവത്തിൻ്റെ സാദൃശ്യവും ക്രിസ്തുവിൽ വെളിപ്പെട്ട നവമാനവികതയും മനുഷ്യനിലെ അനന്തമായുള്ള സാധ്യതകളെ വെളിവാക്കുന്നതായുള്ള കാര്യങ്ങളാണ്. പ്രാചീന സംസ്കാരത്തിൽ നിന്നും ആധുനിക ശാസ്ത്ര സാങ്കേതിക യുഗത്തിലേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കും ഉള്ള ചുവടുമാറ്റം ചെറുതായി കാണുവാനായിട്ട് ഇന്ന് നമുക്കാവില്ല. സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ മനുഷ്യന് ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഭൂഖണ്ഡങ്ങൾ കണ്ട് പിടിക്കുന്നതിനും ചന്ദ്രനെ പോലും കൂടുകൂട്ടുന്നതിനും മനുഷ്യന് സാധിച്ചു. പ്രകൃതിയുടെ താളക്രമം തിരിച്ചറിഞ്ഞു മനുഷ്യനൊരു വംശം എന്ന നിലയിൽ ഏറ്റവും ഉന്നതിയിലേക്ക് ഉയരുന്നതിന് ഇതിനോടകം ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. എന്നാൽ ദൈവോദ്ദേശത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന മനുഷ്യനുണ്ടാക്കുന്ന പ്രതിസന്ധികൾ നമുക്ക് വിസ്മരിക്കുവാനോ അവഗണിക്കുവാനായിട്ടോ ഇന്ന് കഴിയുകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം സമസൃഷ്ടങ്ങളുടെ പ്രതിസന്ധികൾ നമുക്ക് വിസ്മരിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. വളരെ അടുത്ത സമയത്ത് ഗാസ പാലസ്തീൻ യുദ്ധം, നമ്മളുടെ പോപ്പ് ഫ്രാൻസിസ് പോലും അവസാനം പറഞ്ഞത് അവിടെ സമാധാനം ഉണ്ടാകണം എന്നതാണ്. ഒരു ചിത്രം ഞാൻ കാണുകയുണ്ടായി. 2 കൈകളും നഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കേണ്ടി വന്നതായുള്ളൊരു മുസ്ലിം കൗമാരപ്രായത്തിലുള്ള യുവാവിനെ കുറിച്ചുള്ള ചിത്രം. ഭീകരപ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടുമ്പോൾ ഓർക്കുക, ഏറ്റവും കൂടുതൽ ഇരകളായിട്ട് തീരുന്നത് സ്ത്രീകളും പൈതങ്ങളുമാണ്. സ്ത്രീകളും പൈതങ്ങളുമാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയതായുള്ളൊരു പത്രത്തിൽ ദൈന്യതയാർന്ന മുഖവുമായി കണ്ണുനീർ ഒഴുക്കി നിൽക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ചിത്രവും എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടതായുള്ളതാണ്. എന്താണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്? പാകിസ്ഥാൻ ഇന്ത്യയിലെ അതിർത്തിയായ അട്ടാരിയിലാണ് ഈ ബാലൻ നിൽക്കുന്നത്.
കാശ്മീരിലെ പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം പാകിസ്ഥാൻ പൗരന്മാരെല്ലാവരും നാടുവിടണമെന്നുള്ള ഇന്ത്യ ഗവൺമെൻറ് അന്ത്യശാസനം അനുസരിച്ച് അതിർത്തിയിലെത്തിയതാണ് ഈ ബാലനും കുടുംബവും. അവൻ്റെ ഉമ്മ രുക്ഷ ഇന്ത്യക്കാരിയായിരുന്നതിനാൽ പാകിസ്ഥാനിലേക്ക് പോകുവാൻ കഴിയാത്തതിൽ ഉമ്മയെ ഉപേക്ഷിച്ച് നാടുവിടേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ തീവ്രമായുള്ള ദുഃഖമാണ് ആ പടത്തിലൂടെ, ആ കുഞ്ഞിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത്. ഭീകരാക്രമണങ്ങൾ ഏത് തരത്തിലായാലും മാർപ്പ് അർഹിക്കാത്ത കൊടും ആക്രമണം ആണ് സൃഷ്ടിക്കുന്നത്. മനുഷ്യത്വം മരവിച്ച ദൈവസാദൃശ്യം നഷ്ടമാക്കിയ മനുഷ്യൻ്റെ ചെയ്തികളാണ് ഇവയെല്ലാം തന്നെ ഇന്ന് വെളിവാക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ നിലനിൽക്കുന്നതായുള്ള നിരക്ഷരത, ദാരിദ്ര്യം, അവസര സമത്വമില്ലായ്മ, മതപരവും പ്രത്യയശാസ്ത്രപരവുമായ തീവ്രവാദം, രാഷ്ട്രീയ സാമ്പത്തിക അരക്ഷിതാവസ്ഥ തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ തിന്മയുടെ വ്യാപനത്തിന് വഴിമരുന്നാകുന്നുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ വിവേചനവും കീഴാള മേലാള മനോഭാവങ്ങളും വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നതും ഇന്നിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അഭ്യസ്തവിദ്യരുടെയും ഉന്നത സ്ഥാനീയരുടെയും വാക്കിലും മനോഭാവത്തിലും ഇത് വളരെയധികം പ്രതിഫലിക്കുന്നുണ്ട്. പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റം നിസ്സാരമായിട്ട് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. മാനവികതയുടെ വീണ്ടെടുപ്പാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ പ്രകൃതിയും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. തീവ്രവാദവും ഭീകരാക്രമണങ്ങളും ഒന്നിനും ഒരു പരിഹാരമല്ല. ആശയ സംവാദങ്ങളും ചർച്ചകളുമാണ് ഈ തരുണത്തിലെല്ലാം ഏറെ ആവശ്യമായിരിക്കുന്നത്. വാൾ ഉറയിലിടുക, വാളെടുക്കുന്നതിനൊക്കെ വാളാൽ നശിച്ചു പോകും എന്ന യേശുവിൻ്റെ വാക്കുകൾ സമാധാന മാർഗത്തിൽ സമൂഹത്തിന് കരുത്തായിട്ട് മാറേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. പക്ഷികൾ ഒന്നിനെ വീഴ്ത്തി ഇണയെ കരയിച്ച വേടനോട് അരുത് കാട്ടാള എന്ന് പറഞ്ഞ ഇതിഹാസ ഭൂമിയാണ് നമ്മളുടെ ഭൂമി. ഇവിടെ ഭീകരതയോടെ, തീവ്രവാദത്തോടെ, ലഹരിയുടെ വ്യാപനത്തോടെ, അക്രമ സംസ്കാരത്തോടെ, ജാതി വിവേചനത്തോടെ, നിറത്തിൻ്റെ പേരിലുള്ള അവഹേളനത്തോടെ, മനുഷ്യത്വത്തെ ഹനിക്കുന്ന തിന്മകളോടെ അരുത് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് മനുഷ്യത്വത്തിൻ്റെ വീണ്ടെടുപ്പും ജീവൻ്റെ സമൃദ്ധിയായിട്ടുള്ള ജീവനും അനുഭവമാക്കുവാൻ നമുക്കിടയാവുന്നത്. സാമൂഹിക മാറ്റത്തിന് ആഹ്വാനം നൽകിയ മാനവികതയുടെ പ്രചാരകനായിരുന്നു പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത. തിരുമേനി എപ്പോഴും സ്ഥിരം വഴികളിൽ നിന്ന് മാറി നടക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളായിരുന്നു തിരുമേനി ശ്രദ്ധ വെച്ചിരുന്നത്. അതിലേക്ക് വിരൽ ചൂണ്ടുവാൻ തിരുമേനി ശ്രദ്ധിച്ചു. നമ്മുടെ ശ്രദ്ധ അതിലേക്ക് നീക്കുകയും ചെയ്തു. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൈവപ്പുള്ള തിരുമേനിയുടെ ദൈവരാജ്യ ദർശനം എന്നത് എല്ലാവരും ഒരുമിച്ച് പരസ്പര പൂരകമായി കഴിയുന്ന വിശാല സമൂഹ നിർമ്മിതിയായിരുന്നു. സഭയ്ക്ക് പുറത്തുള്ള സമൂഹമായും ജാതി മതഭേദമന്യേ ഒരു ജൈവബന്ധം നിലനിർത്തുന്നതിന് ആഹ്വാനം ചെയ്ത ഒരു മഹത് വ്യക്തിയായിരുന്നു നമ്മളുടെ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി. തിരുമേനി ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശ ഗോപുരം തന്നെയാണ്. മനുഷ്യത്വത്തിൻ്റെ തളിരിത ഭാവങ്ങൾ പോലും ഇല്ലാതെയാകുന്ന ലോകത്ത് മനുഷ്യനൊരു അവതാരിക എന്ന വിഷയം നാം പഠിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. തലമുറകളിൽ ധാർമ്മിക അടിത്തറ പാകിയെടുക്കുന്നതിനെ നാം ജാഗ്രത പുലർത്തണം. തിരുമേനിയുടെ ജീവചരിത്രമൊക്കെ നാം വായിക്കുന്ന അവസരത്തിൽ തിരുമേനിക്ക് അനേകം യാചകരുടെ ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. ഒരിക്കൽ തിരുമേനിയുടെ അടുത്ത് വന്നതായിട്ടുള്ള യാചകൻ കോട്ടയത്ത് താമസിക്കുന്ന അവസരത്തിലാണ്, കോട്ടയത്ത് അരമനയിൽ താമസിക്കുന്ന അവസരത്തിലാണ്. അവന് എല്ലാ ശനിയാഴ്ചയും വരും. ഒരു ദിവസം തിരുമേനിക്ക് അവിടെ സന്നിധനായിരിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവന് കൊടുക്കേണ്ടതായുള്ള തുകയൊക്കെ അവിടെ കൊടുത്തിട്ടാണ് പോയത്. എന്നാൽ തിരിച്ചു വന്നപ്പോൾ തിരുമേനി മനസ്സിലാക്കി അവനത് വാങ്ങിയില്ല. തിരുമേനിക്ക് അതിശയം തോന്നി.
പിന്നെ ഒരു ദിവസം അവിടെ വന്നപ്പോൾ തിരുമേനി അവനോട് സംസാരിച്ചു. തിരുമേനി ചോദിച്ചു, നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, നിനക്ക് തരേണ്ടതായ തുകയും ഞാനിവിടെ കൊടുത്തിരുന്നു, പിന്നെ നീ എന്താ അത് വാങ്ങിക്കാതെ പോയത്? തിരുമേനി തരുന്നതായ തുകയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാനിവിടെ വരുന്നത്, എനിക്ക് തിരുമേനിയെ കാണണം, തിരുമേനിയുമായിട്ട് സംസാരിക്കണം. എന്നിട്ടൊരു കുസൃതി ചോദ്യം തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി, ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഈ വീട്ടിലൊരു സ്ത്രീ ഒന്നുമില്ലേ? അപ്പോൾ തിരുമേനി പറഞ്ഞില്ല. നിന്റെ വീട്ടിലുണ്ടോ? അവൻ പറഞ്ഞു അവിടെയും ഇല്ല. അപ്പോൾ നിനക്ക് ഈ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ എങ്ങനെയാണ് കഴിക്കാനിടയാകുന്നത്? എന്നിട്ട് തിരുമേനി കൂടുതലൊരു ചോദ്യം കൊണ്ട് ചോദിച്ചപ്പോൾ, നിനക്ക് വാങ്ങിക്കാനായിട്ട് പണമില്ലാതെ വരുമ്പോൾ നീ മോഷ്ടിക്കുമോ? അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമുള്ളിടത്തോളം കാലം ഞാനത് കൊടുത്ത് വാങ്ങിക്കും, എന്നാൽ എൻ്റെ കയ്യിൽ പണമില്ലാതെ വന്നാൽ ഞാൻ മോഷ്ടിക്കും. തിരുമേനി പറയുന്നത് അവൻ്റെ സത്യസന്ധതയും വിശ്വസ്തതയും ഒക്കെയാണ് നാം പഠിക്കേണ്ടത്. അവൻ്റെ സത്യസന്ധതയും വിശ്വസ്തതയും. നമുക്കെല്ലാവർക്കും അറിയാം, അട്ടപ്പാടിയിലെ മധുവിനെ ഉപദ്രവിച്ചതായുള്ള സംഭവം വിവരിക്കുന്നില്ല. അവന് ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോഴാണ് അടുത്തുള്ളതായുള്ള ഒരു പലചരക്ക് കടയിൽ ചെന്ന് അവിടുന്ന് ചില സാധനങ്ങളൊക്കെ എടുത്തത്. അന്നേരവും അവനെ പിടിച്ചില്ല, ഉപദ്രവിച്ചില്ല. പിന്നെ കണക്ക് കൂട്ടി അവൻ താമസിക്കുന്നതായുള്ള ഗുഹയിൽ ചെന്ന് അവിടുന്ന് പിടിച്ചിറക്കി അവൻ്റെ ദേഹത്തുണ്ടായിരുന്നതായിട്ടുള്ള വസ്ത്രം കൊണ്ട് കൈകൾ പുറകിൽ വെച്ച് കെട്ടി അവനെ ഉപദ്രവിക്കുകയായിരുന്നു. നമുക്കറിയാം, പോലീസൊക്കെ പിന്നീടാണ് വന്നെങ്കിലും പോലീസ് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടൊന്നും രക്ഷപ്പെട്ടില്ല, അവൻ മരിച്ചു. ഈ മധു എന്ന് പറയുന്ന ആളിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്നും ഞാൻ നിങ്ങളെ ന്യായീകരിക്കും. എന്തുകൊണ്ടാണ് ന്യായീകരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ എങ്ങനെയോ ഒരു ബോധമുണ്ട്, ആ മധുവിന് ഭക്ഷണം ലഭിക്കേണ്ടതായിരുന്നു, കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. ആ ഒരു ബോധം നമ്മളുണ്ട്. ഈ ബോധത്തെ വളർത്തിയെടുക്കണമെന്നാണ് ക്രിസ്തുമസ് തിരുമേനി പറയുന്നത്. കള്ളന്മാരെ സൃഷ്ടിക്കണമെന്നുള്ളതല്ല, പിന്നെയോ ഒരു മനുഷ്യൻ്റെ ആവശ്യത്തെ നോക്കിക്കണ്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കണം. തിരുമേനി എൻ്റെ കൂടെ പറയുന്നതായുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ പോക്കറ്റിൽ പണമുള്ളിടത്തോളം കാലം അത് ചെലവിടുന്നതിനായിട്ടാണ് പഠിക്കേണ്ടത്. പിന്നെ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിനായിട്ടും കമ്മീഷൻ വാങ്ങിക്കുന്നതിനായിട്ടും ഒന്നുമല്ല പരിശ്രമിക്കേണ്ടത്. കയ്യിൽ പണമുള്ളിടത്തോളം കാലം അത് ചെലവാക്കണം. കയ്യിലില്ലാത്തതായിട്ടുള്ള അവസരത്തിൽ മറ്റുള്ളവരോട് ചോദിക്കണം. എത്ര വിലപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ് തിരുമേനി പറഞ്ഞു വെച്ചിട്ട് പോയത്. സ്മരിക്കുന്നതായിട്ടുള്ള ഈ അവസരത്തിലൊക്കെ ഇതിൽ ഒന്നോ രണ്ടോ എങ്കിലും എടുത്ത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുന്നതല്ലേ ഏറ്റവും കരണീയമായിട്ടുള്ളത്. മനുഷ്യന് ഒരു അവതാരിക എന്നുള്ള വിഷയം നാം കേൾക്കുവാനായിട്ട് പോവുകയാണ്. കുടുംബ ബന്ധങ്ങൾ, സാഹോദര്യം, വ്യക്തിബന്ധങ്ങൾ, ഇവിടെയെല്ലാം ഇത് ആവശ്യമാണ് എന്നത് ആമുഖമായിട്ട് നമുക്ക് ചിന്തിക്കാം. പിന്നെ വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. നടക്കാൻ പോലും പ്രയാസമുള്ള പല ആളുകൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് എന്നോട് ക്ഷമിക്കുക, പക്ഷേ ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു ഫൗണ്ട് ടൈം ടു കം ഓവർ. ഞാൻ ഇവിടെ നിന്ന് വീക്ഷിക്കുകയായിരുന്നു. ഓരോരുത്തർ വന്ന് കയറിയതായിട്ടുള്ള അവസരത്തിൽ പ്രയാസമുണ്ട് പലർക്കും വരാനായിട്ട്, എങ്കിലും വരുന്നതിനായിട്ട് മനസ്സ് വെച്ചു. ആർദ്രത, മനസ്സലിവ്, സ്നേഹം, ഇതിൻ്റെയൊക്കെ ഉടമകളായിട്ട് നാം എല്ലാം മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ്റെ പ്രശ്നങ്ങളോടുള്ള പ്രതികരണമാണ് തിരുമേനി ആത്മീയതയായിട്ട് കണ്ടിരുന്നത്. നമ്മുടെ കൂർലോസ് മെത്രാപ്പൊലീത്ത തിരുമേനി പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സുബ്രഹ്മണ്യത്തെക്കുറിച്ച്. തിരുമേനിയുടെ ഒരു കൂട്ടായിട്ട് സുബ്രഹ്മണ്യം തീർന്നത് ഇതുകൊണ്ടാണ്. അവൻ്റെ ആവശ്യങ്ങളോടെ പ്രതികരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. തിരുമേനിയും പങ്കെടുത്തതായുള്ള ഒരാളാണ്. YMCA തിരുവല്ല അതിനുവേണ്ടി താല്പര്യപ്പെട്ടതായുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. എന്നാൽ സുബ്രഹ്മണ്യത്തെ നമുക്ക് മറക്കുന്നതിനായിട്ട് സാധിക്കാതെ പോകുന്നത്
തിരുമേനിയും കൂട്ടരുമെല്ലാം കാണിച്ചതായുള്ള ആർദ്രതയുടെയും മനസ്സലിവിൻ്റെയും ഒരു മുഖഭാവം നമ്മിൽ തെളിഞ്ഞ് വരുന്നത് കൊണ്ടാണ്. ഇതാണ് മനുഷ്യത്വത്തിനൊരു അവതാരിക ഉണ്ടാവേണ്ടതായിട്ടുള്ള ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നത്. ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യരോട് മുഖം തിരിക്കരുത് എന്ന് പറയുന്ന അവസരത്തിൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നതായുള്ള ചിന്തകൾ? അത്തരത്തിലുള്ള മാനവികതയിലേക്ക് ഉയരുവാൻ നമ്മുടെ കൂടിവരവും അനുസ്മരണവും മുഖാന്തരമായി തീരട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ ഗീവറിയസ് മാർ കൂറിലോസ് മെത്രാപ്പോലീത്ത തിരുമേനി ഇന്ന് നമ്മളുടെ മുഖ്യ അതിഥിയായിട്ട് വന്ന് ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു എന്നത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. അത് നമുക്ക് അനുഗ്രഹകരമാണ്. നമ്മെ ചിന്തിപ്പിക്കുവാനായിട്ട് പോകുന്നതായുള്ള കാര്യമാണ്. തിരുമേനോട് ചേർന്ന് വിവിധ രംഗങ്ങളിൽ വിവിധ ആവശ്യങ്ങളിലൊക്കെ ചേർന്ന് പ്രവർത്തിച്ചതായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ തിരുമേനിക്ക് ഏറെ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനായിട്ടുണ്ട്. തിരുമേനിയുടെ വാക്കുകൾ കേൾക്കുന്നതിനായിട്ട് നമുക്ക് കാതോർക്കാം. ഈ കൂടിവരവ് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായുള്ള ദൈവം തമ്പുരാൻ നമ്മെ എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.